ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള നിഗൂഢ ലക്ഷ്യവുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ഭരണഘടന തന്നെ തിരുത്തി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുമെന്ന് പറയാതെ പറഞ്ഞ BJPയെ പക്ഷേ ജനം തള്ളി. ഒറ്റക്ക് ഭൂരിപക്ഷം പോലും ഇല്ലാതെ BJP കൂപ്പുകുത്തുകയും ചെയ്തു. എങ്കിലും ഹിന്ദുത്വ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് തന്നെയാണ് BJP ആവർത്തിക്കുന്നത്. രാജ്യത്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ വേണ്ടില്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനമെങ്കിലും ഹിന്ദുക്കൾക്ക് മാത്രമായി മാറ്റണമെന്ന ലക്ഷ്യം ഇപ്പോഴും ചില BJP നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ MP നിഷികാന്ത് ദുബെയാണ് ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ ഒരു സംസ്ഥാനം വേണമെന്നും കേന്ദ്രം നേരിട്ട് ഭരണനിർവഹണം നടത്തണമെന്നതാണ് MP ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിന് ഈ പുതിയ സംസ്ഥാനം ഉപകരിക്കുമെന്നും MP പറയുന്നുണ്ട്. അനധികൃത കുടിയേറ്റം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ നിന്നും ഹിന്ദുക്കൾ ഇല്ലാതാകുമെന്നും ദുബൈ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ആസാമിലേതിന് സമാനമായി NRC നടപ്പാക്കണമെന്നും ദുബൈ ആവശ്യപ്പെടുന്നുണ്ട്. ലോക്സഭയിലെ ശൂന്യവേളയിലാണ് ദുബൈ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാർഖണ്ഡിലെ സന്താൾ പർഗാനയിലെ ആദിവാസികളുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണെന്നും ഇതിന് കാരണം ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളുടെ നുഴഞ്ഞുകയറ്റമാണെന്നും ദുബൈ ആരോപിക്കുന്നുണ്ട്. മാൾഡ, മുർഷിദാബാദ്, അറാറിയ, കൃഷ്ണഗഞ്ച്, കത്തിഹാർ, സന്താൾ പർഗാന എന്നിവയെ കേന്ദ്രഭരണ പ്രദേശമാക്കി പ്രഖ്യാപിക്കണമെന്നും ദുബൈ പറയുന്നുണ്ട്. 2000 ബീഹാറിൽ നിന്നും വേർപെടുത്തിയാണ് സന്താൾ പർഗാന ജാർഖണ്ഡിനോട് കൂട്ടിച്ചേർത്തത്. അന്ന് സന്താൾ പർഗാനയിലെ ആദിവാസി ജനസംഖ്യ 36%. എന്നാൽ ഇന്ന് അവരുടെ ജനസംഖ്യ വെറും 26%. 10% ആദിവാസികൾ എവിടെ പോയെന്നും ദുബൈ ചോദിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്നെത്തുന്ന നുഴഞ്ഞുകയറ്റക്കാർ ആദിവാസി പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നുണ്ടെന്ന ആരോപണവും MP ഉന്നയിക്കുന്നുമുണ്ട്. തങ്ങളുടെ പ്രദേശത്ത് 100 ആദിവാസി മുഖ്യകളുണ്ട്, എന്നാൽ അവരുടെ ഭർത്താക്കന്മാർ മുസ്ലിങ്ങളാണ്. മാൾഡയിലെയും മുർഷിദാബാദിലെയും ആളുകൾ തങ്ങളുടെ ആളുകളെ പുറത്താക്കിയെന്നും MP പറയുന്നുണ്ട്. ഹിന്ദു ഗ്രാമങ്ങളെയും ശൂന്യമാക്കുക എന്ന പരാമർശം MP പറയുന്നുമുണ്ട്. പാക്കൂരിലെ താരാനഗർ, ഇലാമി, ദാഗപര എന്നിവിടങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ ന്യൂനപക്ഷങ്ങളാണെന്നും MP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രമായി ഒരു സംസ്ഥാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിലുള്ളത്.